Praise the Lord. Hallelujah. Thank you, Jesus. 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 Hallelujah. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമേറിയ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിൽ കണക്റ്റ് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ, മറ്റ് എല്ലാ മെമ്പേഴ്സ്, പ്രിയപ്പെട്ടവർക്ക് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കഴിഞ്ഞ രാത്രിയുടെ സമയം മുഴുവനും ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, ഞങ്ങളെ പരിപാലിച്ചല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയുള്ള ചെറുകടി ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. ഞങ്ങൾ നന്ദി പറയുന്നു. വേഡ് ദാറ്റ് നെവർ ഫെയ്ഡ് എന്ന തിരുവചന ഗ്രൂപ്പിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന് അഡ്മിൻ പാസ്റ്റർ ജിബിൻ അവരുകളെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മെമ്പേഴ്സായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. തുടർമാനമായി ലൈവിൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. വചന വെളിപ്പാടുകളാൽ അടിയനെയും നിറയ്ക്കണം. ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹമാക്കണം, കൃപയിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടക്കാം. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ് ഇന്നലെ നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങിയത്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പെറുപെറുത്തു. അവരോടവൻ ഈ ഉപമ പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു പരീശന്മാരോടും ശാസ്ത്രിമാരോടും യേശുക്രിസ്തുവിനെതിരെയുള്ള അവരുടെ സംസാരത്തിൻ്റെ നടുവിൽ യേശുക്രിസ്തുവിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന സ്തോത്രം ആലോചനയാണ് ഈ 15-ാം അധ്യായത്തിലെ 3 ഉപമകൾ. 1 കാണാതെ പോയ ആട്, 2 കാണാതെ പോയ ദ്രഹ്മ, 3 വീട് വിട്ടുപോയ ഇളയ മകൻ. ഈ 3 വിധമായ ഉപമകൾ യേശു പറയുമ്പോൾ തിരുവചനത്തിൽ വളരെ ശ്രദ്ധേയമായ ഉപമകളിൽ ഒന്നാണ് സ്തോത്രം, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇളയവൻ തൻ്റെ സ്വത്ത് വാങ്ങി അപ്പൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു. എല്ലാം നശിക്കപ്പെട്ട ശേഷവും അപ്പൻ്റെ അടുക്കൽ തിരികെ വരുന്നു. അപ്പൻ അവനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഉപമകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഉപമയാണ് ഈ അപ്പൻ്റെയും മക്കളുടെയും ഉപമ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് പോലെ മുടിയൻ പുത്രൻ്റെ ഉപമ. കഴിഞ്ഞ പകലിൽ നമ്മൾ 2 ഉപമകളെക്കുറിച്ച് ചിന്തിച്ചു. കാണാതെ പോയ ആടും കാണാതെ പോയ ദ്രഹ്മയും. അപ്പോൾ മരുഭൂമിയിൽ കാണാതെ പോയി, അടുത്തത് വീട്ടിൽ കാണാതെ പോയി. ഇത് രണ്ടും അന്വേഷിച്ചപ്പോൾ തിരികെ ലഭിച്ചു. എന്നാൽ 3ാമത് പറയുന്ന ഉപമ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. അതെന്തെന്നാൽ നമ്മൾ വായിക്കുന്നു, പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവരവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. സ്തോത്രം. ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ഇളയ മകൻ അപ്പനോട് ചോദിക്കുകയാണ്, അപ്പാ, നിന്റെ വസ്തുവകയിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം. നമ്മളിത് ചെറുപ്പം മുതലേ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച് വന്നതായ ഒരു ഉപമയാണ്. അതുകൊണ്ട് സ്തോത്രം, ഇത് ചിന്തിക്കുമ്പോൾ ഈ ഉപമയാണോ എന്നുള്ളൊരു മനോഭാവം നമുക്ക് വേണ്ട. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവ് നമ്മളോട് നമ്മുടെ ആവശ്യത്തിനുള്ള ദൈവിക ആലോചനകൾ ഈ വചനത്തിൽ കൂടെ നമുക്ക് നൽകി തരുവാൻ ഇടയായിത്തീരും. അവിടെ കാണുന്നത് 3 വ്യക്തിത്വങ്ങളെയാണ് ഈ ഉപമയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന്,
സ്നേഹനിധിയായ അപ്പൻ. 2, ലോകസ്നേഹത്തിലേക്ക് പോകുവാൻ വെമ്പൽ കൊള്ളുന്ന ഇളയ മകൻ. 3, അപ്പനോടൊപ്പം വസിക്കുന്ന മൂത്ത മകൻ. നമ്മൾ ഈ 3 വ്യക്തിത്വങ്ങളെ ദൈവവചനാടിസ്ഥാനത്തിൽ നമ്മൾ അല്പം ചിന്തിച്ചാൽ സ്നേഹനിധിയായ ഒരപ്പനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ചോദിക്കുന്നത് കൊടുക്കുന്ന ഒരപ്പൻ. അപ്പനോട് ഇളയ മകൻ ചോദിച്ചു, നിന്റെ വസ്തുവകയിൽ എനിക്ക് പങ്കുവരേണ്ടത് തരിക. അപ്പൻ അത് കൊടുത്തു. സ്തോത്രം. നമുക്കും ചോദിച്ചാൽ നൽകുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം ഈ ഉപമയിൽ കൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നു. എന്നാൽ ചോദിക്കുന്നത് അപ്പൻ ഇഷ്ടമുള്ളതാണോ എന്നറിഞ്ഞു വേണം നമ്മൾ ചോദിക്കുവാൻ. ഇവിടെ മകൻ അപ്പനോട് ചോദിക്കുന്നു, എനിക്ക് വസ്തുവകയിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം. അപ്പനോട് ചോദിക്കുക. അപ്പൻ കൊടുക്കാതിരുന്നില്ല, അപ്പൻ കൊടുത്തു. പക്ഷെങ്കിൽ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ്, ഇസ്രായേൽ ജനം ഇതുപോലെ ദൈവത്തോടൊന്ന് ചോദിച്ചു. ദൈവത്തിനത് അനിഷ്ടമായിരുന്നു. ഇസ്രായേൽ ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തോട് ചോദിച്ചു. ഇസ്രായേൽ ദൈവത്തോട് ചോദിച്ചത്, ജാതികൾക്കുള്ളതുപോലെ രാജാക്കളെ ഞങ്ങൾക്ക് വേണം. ദൈവത്തിനത് അനിഷ്ടമായി. ശൗമേൽ അത് ദുഃഖമായി. ശൗമേൽ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം പറഞ്ഞു, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? അവർ നിന്നെയല്ല എന്നെ അത്രയേ തള്ളിയത്. അപ്പോൾ ചിന്തിക്കണേ, ദൈവത്തോട് ചോദിച്ചപ്പോൾ സ്നേഹനിധിയായ അപ്പൻ അത് കൊടുത്തെങ്കിലും അപ്പൻ മനസ്സോടല്ലത് കൊടുത്തത്. അപ്പന്റെ മനസ്സ് പിടഞ്ഞാണ് അത് കൊടുക്കുന്നത്. സ്തോത്രം. എങ്ങനെയാണ് കൊടുത്തത്? ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, തന്റെ കോപത്തിൽ ദൈവം രാജാവിനെ കൊടുത്തു. അപ്പനായതുകൊണ്ട് കൊടുക്കാതിരിക്കാൻ വഴിയില്ല. അപ്പന് കൊടുത്തേ മതിയാകത്തുള്ളൂ. പക്ഷേ അപ്പൻ ഇഷ്ടത്തോടല്ല കൊടുത്തത് ഇസ്രായേലിലെ രാജാവിനെ. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതിന്റെ 13-ാം അധ്യായം 11-ാം വാക്യം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 13:11 വായിക്കുന്നു, എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. ആണോ? ദൈവം ഇസ്രായേൽ ശൗലിനെ രാജാവായി കൊടുത്തത് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, വലിയ തൃപ്തി ഉണ്ടായിട്ടൊന്നുമല്ല. ദൈവം തന്റെ കോപത്തിലാണ് ഇസ്രായേലിന് ശൗലിനെ രാജാവായി കൊടുത്തത്. ഇവിടെയും ഇളയ മകൻ വന്ന് അപ്പനോട് ചോദിക്കുന്നു, എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം. അപ്പൻ കൊടുക്കാതിരുന്നില്ല, കൊടുത്തു. ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു സന്ദേശം ഇതിൽ നിന്ന് കൈമാറട്ടെ. ദൈവത്തോട് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നതെല്ലാം തരുമെന്നുള്ള ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അപ്പന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ, അപ്പന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങിയെടുക്കുവാൻ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇതങ്ങയ്ക്ക് ഇഷ്ടമാണെങ്കിൽ തരണം. യേശുവിന്റെ പ്രാർത്ഥന അതല്ലായിരുന്നോ? സ്തോത്രം. ഈ പാനപാത്രം നീങ്ങിപ്പോകണം. പെട്ടെന്ന് യേശുവിന്റെ മൈൻഡ് മാറി. യേശു പറയുന്നു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ അപ്പൻ സ്നേഹനിധി ആയതുകൊണ്ടും നമ്മുടെ ദൈവത്തെ നമുക്ക് അപ്പ എന്ന് വിളിക്കുവാനുള്ള പുത്ര സ്വീകാര്യത നമുക്ക് നൽകിയത് കൊണ്ടും അപ്പൻ നമ്മുടെ മേലൊരു സ്നേഹം വെച്ചിരിക്കുന്നത് കൊണ്ടും, സ്തോത്രം, വചനം പറയുന്നുണ്ടല്ലോ, എന്ത് ചോദിച്ചാലും നൽകാമെന്ന്. എന്റെ നാമത്തിൽ നിങ്ങൾ ഇതുവരെയും ഒന്നും ചോദിച്ചില്ല, ചോദിക്കുകയും ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ആ ഒരു വചനാടിസ്ഥാനത്തിൽ എല്ലാം നമ്മൾ ചോദിച്ചു വാങ്ങരുത്. ചോദിക്കുമ്പോൾ ദൈവത്തോട് പറയണം, അങ്ങയ്ക്ക് ഇഷ്ടമുള്ളത് എനിക്ക് തരണം. സ്തോത്രം. ഇസ്രായേൽ, ഞാനതാ പറഞ്ഞത്, ഇസ്രായേൽ ചോദിച്ചു വാങ്ങിച്ചു ശൗലിനെ. ദൈവം തന്റെ കോപത്തിൽ രാജാവിനെ കൊടുത്തു.
എന്നാൽ ദൈവം മനസ്സറിഞ്ഞൊരു രാജാവിനെ കൊടുത്തു, ദാവീദ്. ആ ദാവീദിനിൽ കൂടെ ദൈവം രാജ്യത്വം ഇസ്രായേലിൽ ഉറപ്പിച്ചു. ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് ചോദിക്കുക. അപ്പോൾ ഈ വീട്ടിൽ 3 വ്യക്തികളാണ്. ഒന്ന് അപ്പൻ, സ്നേഹനിധിയായ അപ്പൻ, ചോദിക്കുന്നത് കൊടുക്കുന്ന അപ്പൻ, സ്തോത്രം. 2, അപ്പനേക്കാൾ വലുതായി അപ്പന്റെ നന്മയെ ആഗ്രഹിക്കുന്ന ഇളയ മകൻ. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: അപ്പ, ഈ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. സ്തോത്രം. എൻ്റെ ചിന്തയിൽ അപ്പൻ 3 ഷെയറായി പിരിച്ചു. 1 ഇളയവന്, 2 മൂത്തവന്. അതിലൊരു പങ്ക് അപ്പനും ഉണ്ടായിരുന്നു എന്ന് ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. എങ്ങനെയെന്നാൽ അപ്പൻ മൂത്ത മകനോട് പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്, ഇളയ മകൻ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ, എൻ്റേതെല്ലാം നിന്റേതാകുന്നു. അപ്പോൾ ഈ അപ്പനും എന്തുണ്ട്? സ്വത്തിലൊരു പങ്കുണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ വചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഇന്ന് പകലിൽ ഇളയ മകനെ കുറിച്ചുകൂടെ ചിന്തിച്ചിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. സ്നേഹനിധിയായ ഒരു അപ്പനുണ്ട്, സ്തോത്രം. അതുകൊണ്ട് അപ്പന്റെ നന്മയല്ല നമുക്ക് വലുത്, അപ്പന്റെ സ്നേഹമാണ് നമുക്ക് വലുത്. ഇളയ മകനെ സംബന്ധിച്ചിടത്തോളം 2-3 കാര്യങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. 1, അപ്പനോട് ഈ ഇളയ മകൻ ഇത് ചോദിക്കുവാനുണ്ടായ കാരണം അപ്പനേക്കാൾ വലുതായി അപ്പന്റെ സ്വത്തിനെ സ്നേഹിച്ചവനാണ്. ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പനേക്കാൾ വലുതായി അപ്പന്റെ സ്വത്തിനെ സ്നേഹിച്ചു, അപ്പന്റെ വസ്തുവകകളെ സ്നേഹിച്ചു. ഇന്ന് പകലിൽ നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക. നമ്മൾ യേശുവിനെയാണോ സ്നേഹിക്കുന്നത്, അല്ല യേശു തരുന്ന നന്മയാണോ സ്നേഹിക്കുന്നത്? നമ്മൾ യേശുവിനെ പിൻപറ്റുന്നത് യേശുവിനെ നേടുവാൻ വേണ്ടിയാണോ, അല്ല യേശുവിൽ കൂടെ നന്മ നേടാൻ വേണ്ടിയാണോ? ഈ മകൻ അപ്പന്റെ വീട്ടിൽ ഇത്രയും നാൾ പാർത്തിട്ടും അവന്റെ മനസ്സ് മുഴുവനും അപ്പന്റെ സ്നേഹത്തിന്റെ ആഴമല്ല അവന്റെ മേലുള്ളത്, അപ്പന്റെ സ്വത്തിന്റെ അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ചിന്തയാണ്. സ്തോത്രം. അവൻ അപ്പന്റെ സ്നേഹത്തെക്കാൾ വലുതായി അപ്പന്റെ സമ്പാദ്യത്തെ അവൻ സ്നേഹിച്ചു. 2, അപ്പനോടൊത്തു വസിക്കുന്നതിനേക്കാൾ വലുതായി, അപ്പനോടൊത്ത് സഹവസിക്കുന്നതിനേക്കാൾ വലുതായി, അപ്പന്റെ സാമീപ്യത്തെക്കാൾ വലുതായി, ഒന്നുകൂടെ പറഞ്ഞാൽ അപ്പന്റെ സാന്നിധ്യത്തെക്കാൾ വലുതായി അവൻ ലോകത്തിന്റെ സ്നേഹത്തെ അവൻ ആഗ്രഹിച്ചു. ലോകത്തോടൊത്ത് ചിലവഴിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകത്തിന്റെ സ്നേഹമല്ല വലുത്, നമുക്ക് അപ്പന്റെ സ്വത്തുമല്ല വലുത്, അപ്പന്റെ സ്നേഹമാണ് നമുക്ക് വലുത്. കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മുൾക്കിരീട ധാരിയായി, സ്തോത്രം, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് പിടഞ്ഞു മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹമാണ് വലുത്. സ്തോത്രം. പക്ഷെ ഈ മകൻ അപ്പന്റെ സ്നേഹമല്ല വലുതായി കണ്ടത്, അപ്പന്റെ സാമീപ്യമല്ല വലുതായി കണ്ടത്, അപ്പന്റെ കരുതലല്ല വലുതായി കണ്ടത്, അവൻ ലോകത്തിൻ്റെതാണ് വലുതായി കണ്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലോകത്തിലേക്ക് പോയ അവന്റെ ജീവിതത്തിൽ സകലതും നഷ്ടമായി. ഇതിൽ നിന്ന് ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലുതായിരിക്കേണ്ടത് 1, അപ്പന്റെ സ്നേഹം, 2, അപ്പന്റെ സാന്നിധ്യം, 3, അപ്പന്റെ കരുതൽ. സ്തോത്രം. ഇത് 3 ഈ ഇളയ മകൻ ഇഷ്ടപ്പെട്ടില്ല.
ഇളയ മകന്റെ ലക്ഷ്യം മുഴുവനും അപ്പന്റെ സ്വത്ത് നേടണം, ലോകത്തിൽ പോയി ജീവിക്കണം, അപ്പന്റെ കൺട്രോളില്ലാതെ ജീവിക്കണം. സ്തോത്രം. ഞാൻ 3 കാര്യം പറയുന്നു. ഇളയ മകൻ ഒന്നുമില്ലാത്തവനായി പന്നിക്ക് കൊടുക്കുന്ന തവിട് കൂടെ തിന്നുവാൻ നോക്കിയിട്ട് അവന് ലഭിച്ചില്ല. അത്രമാത്രം ശോചനീയമായ ഒരു അധപ്പതനത്തിലേക്ക് പോയതിൻ്റെ കാരണം അപ്പന്റെ സ്നേഹത്തെക്കാൾ ലോകസ്നേഹം അവൻ ആഗ്രഹിച്ചു. അപ്പന്റെ സാന്നിധ്യത്തെക്കാൾ ലോകത്തിലേക്ക് അവൻ ജീവിക്കുവാൻ ആഗ്രഹിച്ചു. അപ്പന്റെ സ്വത്തിനേക്കാൾ അപ്പന്റെ സ്നേഹത്തെക്കാൾ അപ്പന്റെ സ്വത്തിനെ അവൻ സ്നേഹിച്ചു. അപ്പന്റെ കൺട്രോളിൽ നിൽക്കുന്നതിനേക്കാൾ അവൻ അകന്ന്, സ്തോത്രം, അവൻ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എല്ലാം തകർന്നു. ഇതൊരു നാൾ അവന്റെ ജീവിതത്തിൽ വന്ന ഒരു ട്രാജഡി അല്ല. പല നാളായി ഇവന്റെ മനസ്സിൽ കിടക്കുന്ന ചിന്ത മുഴുവനും ലോകത്തിലേക്ക് പോകണം, ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഇതിൽ നിന്ന് ഒരു സന്ദേശം ഞാൻ പറയട്ടെ. അപ്പനോടൊത്തു വസിക്കുന്നു, അപ്പന്റെ വീട്ടിലാണ് പാർക്കുന്നതെന്ന് പേരുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ലോകത്തിലേക്ക് പോയവൻ ഒരിക്കൽ അപ്പനെ വിട്ടു പോകുക തന്നെ ചെയ്യും. ഇതൊറ്റ ദിവസം എടുത്ത തീരുമാനമല്ല അവനത്. ഒറ്റ ദിവസം കൊണ്ട് അവനെടുത്ത തീരുമാനമല്ലിത്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. പല നാളായി അപ്പനോടൊത്താ വസിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന ചിന്തയിൽ കൂടെ നിങ്ങളൊന്ന് വരണമേ. അപ്പനോടൊത്താ വസിക്കുന്നേ, അപ്പനോടൊത്താണ് പാർക്കുന്നത്, അപ്പനോടൊപ്പം കഴിക്കുന്നു, അപ്പനോടൊപ്പമാണ്, ഒരു വീട്ടിലാണ്. പക്ഷേ നാളുകളായി ഇവന്റെ മൈൻഡ് മുഴുവൻ ലോകത്തിലാണ്. സ്തോത്രം. ഇന്ന് അനേകർ പിന്മാറിപ്പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അനേകർ ദൈവഭയമില്ല, ദൈവ വഴി വിട്ടുപോയി. ദൈവത്തിന് മുമ്പാകെ, മനുഷ്യർക്ക് മുമ്പാകെ ദൈവനാമത്തെ ദൂഷിക്കുന്ന അളവിൽ, സ്തോത്രം, പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അപ്പനോടൊത്ത് വസിക്കുന്നുവെങ്കിലും അവന്റെ ചിന്തയും പ്രവൃത്തിയും ആഗ്രഹവും അവൻ്റെതായ കാഴ്ചപ്പാട് മുഴുവൻ ലോകത്തിലാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവൻ പരാജയപ്പെടും. അങ്ങനെയുള്ളവൻ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ 2 കഥാപാത്രങ്ങളെ കുറിച്ച് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. കർത്താവ് അനുവദിച്ച നാളെ മൂത്ത മകനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യേശുവിൻ്റെ ഉപമ എന്നുള്ള ഈ ധ്യാന പരമ്പരയിൽ വളരെ ശ്രദ്ധേയമായൊരു ഉപമയാണ് യേശു ഇവിടെ പറയുന്നത്. ഒരപ്പന് 2 മക്കൾ. സ്നേഹനിധിയായ ഒരപ്പൻ, കരുതലുള്ള ഒരപ്പൻ, സ്തോത്രം, ചോദിച്ചാൽ കൊടുക്കുന്ന ഒരപ്പൻ. അടുത്തത് അപ്പന്റെ സ്നേഹത്തെക്കാൾ അപ്പന്റെ സ്വത്തിനെ സ്നേഹിച്ച ഇളയ മകൻ. അപ്പൻ്റെതായ സാന്നിധ്യത്തെക്കാൾ ലോകത്തിലേക്ക് പോകുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മകൻ. അപ്പന്റെ നിയന്ത്രണത്തിൽ നിന്നും ലോകത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുവാൻ ഹൃദയം തുടിക്കുന്ന ഒരു മകൻ. എല്ലാവരും ഒരുപക്ഷെ പറഞ്ഞിരിക്കാം, നീ ചെയ്തതാടാ നല്ലത്. പക്ഷെ അവന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ, തകർച്ചകൾ ഒന്നൊന്നായി വരുവാൻ തുടങ്ങി. അവൻ ദുർനടപ്പുകാരോടുകൂടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. പണം മുഴുവനും ചെലവഴിച്ചു. അവസാനം പന്നിക്ക് കൊടുക്കുന്ന വാളവര അല്ലെങ്കിൽ തവിട്, ആ തവിട് പോലും തിന്നുവാൻ അവൻ ആഗ്രഹിച്ചിട്ടും ആരും അവൻ അതുപോലും കൊടുത്തില്ല. ഒന്നുമില്ലാത്തവനായി ഒരു ഭ്രാന്തനെ പോലെ അലയുമ്പോൾ തൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വേലക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ ഇവിടെ പട്ടിണി കൊണ്ട് അലയുന്നു. അപ്പോൾ അവന് സുബോധം വന്നു. സ്തോത്രം. ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും, അല്ല ഇതിന് ശേഷം ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും അപ്പൻ്റെ സ്നേഹത്തിൽ നിന്നും അപ്പൻ്റെ ഭവനത്തിൽ നിന്നും
അപ്പൻ്റെതായ സാമീപ്യത്തിൽ നിന്നും അകന്നു മാറി ലോകത്തിൽ ജീവിക്കുന്ന മേഖലയിൽ ആവാസത്തിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളോടുള്ള വചനത്തിൽ കൂടെയുള്ള ബുദ്ധിയുപദേശമായി പറയുന്നു, മടങ്ങി വരിക, മടങ്ങി വന്ന് അപ്പൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക. സ്തോത്രം. നിശ്ചയമായും അപ്പൻ സ്വീകരിക്കും. അപ്പൻ കരുതി വെച്ചിട്ടുണ്ട് കൈക്കിടുവാൻ മോതിരവും കാലിന് പുതിയ പാദരക്ഷയും വിലയേറപ്പെട്ട വസ്ത്രവും ആഘോഷിക്കുവാൻ അനുഗ്രഹീതമായ സ്തോത്രം ഒരു സദ്യയും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സന്ദേശത്തിൽ കൂടെ ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അപ്പൻ്റെ സ്നേഹത്തെക്കാൾ വലുതല്ല അപ്പൻ്റെ സ്വത്ത്. നമുക്ക് കുറെ കൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, യേശുവിൻ്റെ സ്നേഹത്തോളം വരത്തില്ല യേശുവിൻ്റെ നന്മകൾ. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. യേശുവിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം യേശുവിനെ പിൻപറ്റരുത്. യേശു തരുന്ന രോഗസൗഖ്യവും, യേശു തരുന്ന കടഭാരത്തിലുള്ള വിടുതലും, യേശു തരുന്ന അത്ഭുത വഴികളും, ഇതിനു വേണ്ടി മാത്രം നമ്മൾ യേശുവിനെ പിൻപറ്റരുത്. നമ്മൾ യേശുവിനോടൊപ്പം വസിക്കേണ്ടത് യേശുവിൻ്റെ സ്നേഹത്തോടുള്ള ബന്ധത്തിലായിരിക്കണം. യേശുവിൻ്റെ സ്നേഹത്തിന്മേലുള്ള ബന്ധത്തിലായിരിക്കണം. മറ്റാർക്കുമില്ലാത്തൊരു ബന്ധമാണല്ലോ ദൈവമക്കളായ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്, അപ്പനും മക്കളും എന്നുള്ള ബന്ധം. സ്തോത്രം. അപ്പനും മക്കളുമുള്ള ബന്ധം. ദൈവവും ഭക്തരും എന്നുള്ള ബന്ധമല്ല. ദൈവവും ഭക്തരും എന്ന് പറയുമ്പോൾ കുറെ അകലമുണ്ട്. പക്ഷെ അപ്പനും മക്കളും എന്ന് പറയുമ്പോൾ അത് ആഴമേറിയ ബന്ധത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം എന്നെ ശ്രവിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, അപ്പന്റെ നന്മയെ തേടി മാത്രം അപ്പന്റെ വീട്ടിൽ പാർക്കരുതേ. അപ്പന്റെ സ്വത്തിനെ കണ്ടുകൊണ്ട് മാത്രം അപ്പന്റെ വീട്ടിൽ നിൽക്കരുതേ. അപ്പന്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ നമുക്കൊന്ന് താല്പര്യപ്പെടാം. എത്രയോ പ്രാവശ്യം നമ്മളും സത്യത്തിൽ ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ മുടിയമുത്രൻ എന്ന് അദ്ദേഹത്തെ ആ ഇളയ മകനെ പറയുന്നതിൽ നല്ലത് എന്നെ പറയുന്നതല്ലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുടിയമ്പുത്രൻ ഒറ്റ പ്രാവശ്യമേ പോയുള്ളൂ അപ്പൻ്റെ വീട് വിട്ട്. നമ്മൾ എത്രയോ പ്രാവശ്യം പോയിരിക്കുന്നു, എത്രയോ പ്രാവശ്യം മടങ്ങി വന്നിരിക്കുന്നു, എത്രയോ പ്രാവശ്യം അപ്പൻ നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു. ശരിയല്ലേ? എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എത്രയോ പ്രാവശ്യം ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു മാറിപ്പോയിട്ടും വീണ്ടും വീണ്ടും പാദരക്ഷയും മോതിരവും കൈക്കേടുവാൻ ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന നല്ല അപ്പൻ. അപ്പന്റെ സ്വത്തിനെ കണ്ടുകൊണ്ട് അപ്പന്റെ കൂടെ വസിക്കേണ്ട. അപ്പന്റെ സ്വത്തിനേക്കാൾ വലുതാണ് അപ്പന്റെ സ്നേഹം. ലോകത്തിൽ ലഭിക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ വലുതാണ് അപ്പന്റെ വീട്ടിലെ കൺട്രോൾ, അപ്പൻ നിയന്ത്രിക്കുന്നത്. സ്തോത്രം. ലോകത്തിൽ കൂട്ടുകാരും സ്നേഹിതരും മറ്റുള്ളവരുമായി സഹവസിക്കുന്ന സ്നേഹത്തെക്കാൾ വലുതാണ് അപ്പന്റെ സാമീപ്യം, അപ്പന്റെ സാന്നിധ്യം എന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് യേശുവിനോടൊത്ത് ജീവിക്കാം, പിന്മാറാതെ, അകന്നു മാറാതെ, അപ്പന്റെ ഹൃദയത്തിന് വേദന ഉണ്ടാകാതെ വണ്ണം നല്ല അപ്പനായ യേശുവിനോടൊപ്പം നമുക്ക് ജീവിക്കാം, യേശുവിനോടൊത്ത് ജീവിക്കാം. ഞാൻ ഈ ഭാഗം ഇവിടെ പര്യവസാനിപ്പിക്കുമ്പോൾ രണ്ട് കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, നല്ലൊരപ്പൻ, ചോദിക്കുന്നത് കൊടുക്കുന്ന ഒരപ്പൻ. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് എല്ലാം ചോദിച്ചാലും അപ്പൻ തരുമെന്നുള്ള ആ ചിന്തയും ആ വചന വെളിപ്പാടും ഉള്ളത് കൊണ്ട് എന്തും ചോദിച്ചു കളയാമെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ എപ്പോഴും പറയേണ്ടത്, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം, അങ്ങയുടെ ആഗ്രഹം എന്നിൽ നിറവേറണം. നിശ്ചയമായും അത് നമുക്ക് കർത്താവ് നൽകി തരിക തന്നെ ചെയ്യും. രണ്ട്, സ്തോത്രം, അപ്പൻ്റെ സാന്നിധ്യത്തെയും അപ്പൻ്റെ സ്നേഹത്തെയും അപ്പൻ്റെ കരുതലിനേക്കാൾ വലുതായി സമ്പാദ്യവും ലോകത്തിൻ്റെതായ സ്വാതന്ത്ര്യവും ഒക്കെ കരുതിപ്പോയ വ്യക്തിയുടെ അധപ്പതനം നമ്മൾ കണ്ടു. അവനൊന്നുമില്ലാത്തവനായി, സ്തോത്രം, ഒന്നുമില്ലാത്തവനായി വെറും കൈയായി അവൻ അലയേണ്ടി വന്നു.
ഇന്ന് രാവിലെ സമയം നമുക്ക് ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ദൈവ വഴി വിട്ടുപോയ, ദൈവസ്നേഹത്തിൽ നിന്ന് ദൂരമായി പോയ ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കുന്നത് പോലെ ഇതിന് ശേഷമായിരിക്കാം നിങ്ങളിത് ശ്രദ്ധിക്കുന്നത്. നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുന്നു, ലോകത്തിൻ്റെ സ്നേഹം നശിക്കും കേട്ടോ. ലോകത്തിൻ്റെതെല്ലാം നശിക്കും. നശിക്കാത്ത അപ്പൻ്റെ സ്നേഹത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. അപ്പൻ്റെ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വരാം. എത്രയോ പ്രാവശ്യം നമ്മളെ സ്വീകരിച്ച ആ നല്ലപ്പൻ ഇന്നും കാത്തിരിക്കുന്നു. ആ യേശു നമ്മളെ ഇന്നും സ്നേഹിക്കുന്നു. യേശുവിൻ്റെ നന്മയല്ല വലുത്, യേശുവിൻ്റെ സ്നേഹമാ വലുത്. സ്തോത്രം. ലോകത്തിൻ്റെ സ്നേഹമല്ല വലുത്, യേശുവിൻ്റെ സ്തോത്രം സാമീപ്യമാണ് വലുത്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ സ്വാതന്ത്ര്യമല്ല വലുത്, യേശുവിൻ്റെ സ്തോത്രം നിയന്ത്രണമാണ് വലുത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടെ ജീവിച്ചാൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ മുട്ടുണ്ടാകത്തില്ല, വഴിയടയപ്പെടത്തില്ല, നമ്മൾ സ്തോത്രം താഴ്ച അനുഭവിക്കത്തില്ല. നിശ്ചയമായും നമ്മെ കർത്താവ് വഴി നടത്തും. അതുകൊണ്ട് ആ ഒരു ബന്ധത്തിലും സ്നേഹത്തിലും നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള പ്രത്യാശയോടും സ്തോത്രം പ്രാർത്ഥനയോടും ആഹ്വാനത്തോടും എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. കർത്താവ് അനുവദിച്ച നാളെ പ്രഭാതത്തിൽ മൂത്ത മകനോടുള്ള ദൈവികമായ അല്ലെങ്കിൽ പിതാവിൻ്റെ ബന്ധത്തെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഈ വചനത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ആരെങ്കിലും യേശുവിൻ്റെ സ്നേഹത്തെക്കാൾ വലുതായി യേശുവിൻ്റെ നന്മയെ കരുതുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകലിൽ തിരുത്തുക. യേശു തരുന്ന നന്മയേക്കാൾ വലുതാണ് യേശുവിൻ്റെ സ്നേഹം. സ്തോത്രം. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ സ്തോത്രം ദുർനടപ്പിനെ ആ സന്തോഷത്തെക്കാൾ വലുതാണ് അപ്പൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ ഇത് കൂടെ പറയുന്നത് ദൈവം വ്യക്തമായി നമ്മളോട് ഇടപെടുന്ന വിഷയമായതുകൊണ്ടാണ്. സ്തോത്രം. ലോകത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കാൾ, വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെക്കാൾ വലുതാണ് അപ്പൻ്റെ വീട്ടിലെ കൺട്രോൾ, അപ്പൻ്റെ വീട്ടിലെ നിയന്ത്രണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ നല്ല പിതാവായ നമ്മുടെ അപ്പനായ യേശു ക്രിസ്തുവിനോടൊത്ത് ചേർന്ന് വസിക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആരെങ്കിലും ദൂരത്തിലായിരിക്കുന്നവരുണ്ടെങ്കിൽ ബുദ്ധി തെളിഞ്ഞ് മടങ്ങി വന്ന് അപ്പൻ്റെ മുമ്പിൽ ക്ഷമായാചന നടത്തി അപ്പനോട് സ്തോത്രം ഒത്തുവസിക്കുവാൻ മനസ്സ് വയ്ക്കുന്നെങ്കിൽ ക്ഷമിക്കുന്നവനായ ആ നല്ല അപ്പൻ ഇന്നും ജീവിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശാന്തമായി ദൈവികമായ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ തന്ന കൃപയ്ക്ക് സ്തോത്രം. അങ്ങ് ഈ വചനത്തിൽ കൂടെ നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തുതിക്കുന്നു. ഈ വചനത്തെ ദൈവം അനുഗ്രഹിക്കണം. ലൈവിൽ വാച്ച് ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കണം. കൃപയ്ക്കുള്ളിൽ പൊതിയണം, നന്മയാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിന്റെ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ലൈവിൽ വാച്ച് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പൻ്റെ സ്നേഹത്തെ നമുക്ക് നിൽക്കാം. അപ്പൻ്റെതായ സ്തോത്രം സാന്നിധ്യത്തിൽ നമുക്ക് നിൽക്കാം. അപ്പൻ്റെതായ നിയന്ത്രണത്തിൽ നമുക്ക് നിൽക്കാം. നിശ്ചയമായും ആ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ സർവശക്തൻ സർവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.